നമസ്കാരം, ഞാൻ രാകേഷ് ജി. മഴക്കാലമായി ചില സമയത്ത് നല്ല വെയിലും ഉണ്ട്. ഇപ്പം നല്ല കിടുക്കം വെയിലാണ്, പക്ഷേ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ല കിടുക്കം മഴയായിരിക്കും. ഏതായാലും മഴക്കാലമായ സ്ഥിതിക്ക് നമ്മുടെ വാഹനത്തിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അതായത് പ്രത്യേകിച്ച് വാഹനത്തിൻ്റെ വാഷിങ്ങിൻ്റെ കാര്യം. ഇങ്ങനൊരു സംശയം എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്, റിക്കി 00777 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: MG ബ്രോ, മഴക്കാലമായി മഴ നനഞ്ഞു വന്ന വണ്ടി തുടച്ച് ആറ്റണോ അതോ ഒന്നുകൂടെയും വെള്ളം അടിച്ച് കഴുകി ആറ്റണോ? വെള്ളം തുടച്ചില്ലെങ്കിൽ എന്തെങ്കിലും പെയിൻറ്റ് ഗ്ലോസിനെസ് പോകുമോ? പ്ലീസ് റിപ്ലൈ. നല്ലൊരു ചോദ്യമാണ്. കാരണം കുറച്ച് പേർക്കെങ്കിലും ഷുവറായിട്ടും മനസ്സിൽ സംശയം വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം തന്നെയാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മളിപ്പം പ്രത്യേകിച്ച് ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ ആരാണെന്നറിയാം? പുതിയ വാഹനം മേടിച്ച്, അതായത് ഒരു പുതിയ വാഹനം മേടിച്ച് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം 1 വർഷം ആ റേഞ്ചൊക്കെ ആയ ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. കുറച്ച് പഴക്കമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പലരും ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അത് പക്ഷേ തെറ്റായ രീതിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ശരിക്കും നമ്മുടെ വാഹനത്തിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു എന്താ പറയുക, ഔട്ട്പുട്ടും നല്ലതായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു വാഹനം ഡ്രൈവ് കഴിഞ്ഞ് വന്നാൽ ഉടനെ വാഷ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ ഉടനെ വാഷ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മഴയത്ത് ഓടി വന്ന് ഉടനെ തന്നെ വാഷ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ചെയ്തോളൂ. ഹുഡ് തുറന്നൊരിക്കലും വാഷ് ചെയ്ത്, ബോണറ്റ് തുറന്ന് ഒരു കാരണവശാലും വെള്ളം ഒഴിക്കില്ല. പുറമേ നല്ല രീതിക്ക് നിങ്ങൾക്ക് വാഷ് ചെയ്ത് ഷാമ്പൂ ഒക്കെ ഇട്ട് നല്ല നീറ്റാക്കി വെക്കുന്നതുകൊണ്ട് നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. കാരണം വാഹനത്തിൻ്റെ കണ്ടീഷനോ കാര്യങ്ങളോ ഒക്കെ, വാഹനത്തിൻ്റെ പെയിൻറ്റിൻ്റെ ഗ്ലോസിനെസ്സും കാര്യങ്ങളൊന്നും പോകുന്നതായിരിക്കത്തില്ല. പക്ഷേ ഇങ്ങനെ വാഷ് ചെയ്തില്ല 2 ദിവസം കഴിഞ്ഞിട്ടാണ് വാഷ് ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും വരാനില്ല. ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. പക്ഷേ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം, അങ്ങനെ ചള്ളയെല്ലാം പിടിച്ച് അല്ലെങ്കിൽ ചെളിയെല്ലാം പിടിച്ചിരിക്കുന്ന ഒരു വാഹനമാണെങ്കിൽ എത്രയും പെട്ടെന്ന് കഴുകി വൃത്തിയാക്കിയിടാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അല്ലാതെ മഴക്കാലമാണ് ഇപ്പം വാഷ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തെറ്റായൊരു ധാരണയാണ്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കില്ല. വാഷിംഗ് ഒക്കെ ചെയ്ത് വാഹനം നല്ല വൃത്തിയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനും ഭംഗിയായിരിക്കും. നമ്മുടെ വാഹനം എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും. വേറെ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും എടുക്കാതിരുന്നോളും. കാരണം നമ്മൾ പോലും അറിയാതെ നമ്മുടെ വാഹനം ചെളി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിക്കെങ്കിലും അതിൻ്റെ ഗ്ലോസിനെസ് നഷ്ടപ്പെടും, പെയിൻറ്റ് പതുക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നാളെ ഒരു സമയത്ത് അതിൻ്റെ പെയിൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ തുരുമ്പെടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് കഴിവതും ആ ഒരു കാര്യം ശ്രദ്ധിച്ച് വാഹനത്തിന് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വാഹനത്തിന് വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതായിരിക്കത്തില്ല. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും വാഷ് ചെയ്യാൻ ഞാൻ ഒരിടത്തും പറയുന്നില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ ഒരു കാരണവശാലും ചെയ്യേണ്ട. ആഴ്ചയിൽ ഒന്നെങ്കിലും വൃത്തിയായിട്ടൊന്ന് വാഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാഹനം നല്ല വൃത്തിയായിട്ടിരുന്നോളും. വാഷിങ്ങിൻ്റെ ഒരു പമ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. അതായത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പമ്പ് ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴേക്കും കിട്ടിയൊരു പമ്പാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് ഈ ഫോം വാഷും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു പ്രോഡക്റ്റ്, വലിയ കോസ്റ്റ്ലി അല്ലാത്തൊരു പ്രോഡക്റ്റുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.